ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിൽ പ്രവർത്തന പുസ്തകം കുഞ്ഞെഴുത്ത്. അപ്പോൾ നമ്മൾ കുഞ്ഞെഴുത്തുന്ന പ്രവർത്തന പുസ്തകത്തിന് സെക്കൻഡ് പാർട്ടിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ 10ാമത്തെ ചാപ്റ്റർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് മാത്രമല്ല അപ്ലോഡ് ചെയ്യുന്നത്, ടെക്സ്റ്റ് ബുക്കിനോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തന പുസ്തകത്തിൻ്റെ ക്ലാസ്സും യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സും കൂടി അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മറക്കാതെ കാണുക. മലയാളത്തിലെ ഏത് ക്ലാസ് കാണാനും പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള മലയാളത്തിൻ്റെ, മാത്സിൻ്റെ, കണക്കിൻ്റെ, ഇംഗ്ലീഷിൻ്റെ എല്ലാ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 11ാമത്തെ ചാപ്റ്റർ പച്ചക്കറി തോണി. പച്ചക്കറി തോണിയുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക്, അത് പ്രവർത്തന പുസ്തകമാണിത്. ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തന പുസ്തകമാണ് ചെയ്യാൻ പോകുന്നത്, പച്ചക്കറി തോണി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. നമ്മുടെ പ്രവർത്തന പുസ്തകത്തിലെ ഫസ്റ്റ് പേജാണ് പച്ചക്കറി തോണി. എന്താ ചെയ്യാൻ പറയുന്നത്? കഥ പൂർത്തിയാക്കാം. അതായത് നമ്മുടെ പച്ചക്കറികൾ വെള്ളത്തിൽ വീണു അല്ലേ, മത്തനും പടവലൊക്കെ വെള്ളത്തിൽ വീണില്ലേ, പുഴയിൽ വീണില്ലേ. അപ്പോൾ ആ പുഴയിൽ വീണ് അവർ രക്ഷപ്പെട്ടു. അതിനുശേഷം എന്താ സംഭവിച്ചു എന്നുള്ളത് കഥ പൂർത്തിയാക്കാനാണ് പറയുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടിന്യൂ ആയിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ ബാക്കി സംഭവിച്ചിട്ടുണ്ടാവുക നമുക്ക് എഴുതിയാലോ? ഇവിടെയാണ് എന്ത് ചെയ്യേണ്ടത്? ബാക്കി കഥയിൽ എന്ത് സംഭവിച്ചു എന്ന് ഇവിടെ എഴുതി ചേർക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? പുഴയിലൂടെ ഒഴുകി വരുന്ന പച്ചക്കറികളെ കണ്ട് മീൻപിടുത്തക്കാർക്ക് സന്തോഷമായി. ഇന്ന് മീനിന് പകരം പച്ചക്കറികളാകട്ടെ, അവർ വല വിരിക്കാൻ തുടങ്ങി. പച്ചക്കറികൾ പേടിച്ചുപോയി. അവരുടെ വലയിൽ കുടുങ്ങിയത് തന്നെ. എങ്ങനെയും രക്ഷപ്പെടണം അവർ ചിന്തിച്ചു. പുഴയിൽ നിന്നും പച്ചക്കറികൾ തോണിയിൽ കയറി എല്ലാവരും ഒത്തുചേർന്ന് തുഴഞ്ഞാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ അവർ നാട്ടുചന്തയിലെത്തി. വിൽപ്പനക്കാരുടെ കണ്ണു വെട്ടിച്ച് അവർ ഒന്നിച്ച് ആടിപ്പാടി മുന്നോട്ടുള്ള യാത്ര തുടർന്നു. നെക്സ്റ്റ് പേജ്. ആരാണ് സൂപ്പർ? ഇവിടെ നോക്കൂ, എന്തിന് ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത്? തക്കാളിയുടെയാണ് അല്ലെ, തക്കാളിയുടെ ചിത്രം. തക്കാളിയെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും പറയുക? ചുവന്ന നിറം, തുടുത്ത കവിളുകൾ, പുളിക്കും മധുരിക്കും, ഞാനില്ലാതെ അടുക്കളയില്ല. ആരാണ്? അതെ, തക്കാളി. ഇനി ഇവിടെ നോക്കൂ, അടുത്തൊരു പച്ചക്കറിയുടെ ചിത്രമാണ് ഇവിടെ വരയ്ക്കേണ്ടത് കേട്ടോ. ചിത്രം വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എന്തായിരിക്കും ആ പച്ചക്കറി ഏതാണെന്ന് നമുക്ക് നോക്കാം. എപ്പോഴും പൗഡർ ഇട്ട് കാണാം. വലുപ്പത്തിൽ കേമത്തി, പുളിശ്ശേരിയിലും ഓലനിലും ഒന്നാമത്. ആരാ? കുമ്പളങ്ങ അല്ലെ, അല്ലെങ്കിൽ കുമ്പളം എന്ന് പറയും, കുമ്പളങ്ങ എന്നും പറയും. അടുത്തത്, ഇനി എന്റെ വക. നിങ്ങൾക്ക് അറിയുന്ന വേറൊരു പച്ചക്കറിയുടെ ചിത്രം വരച്ചിട്ട് ആ പച്ചക്കറിയെ കുറിച്ച് ഇതുപോലെ എന്ത് ചെയ്യുക? അതെ, ഇതിനെ കുറിച്ച് ഒരു 2-3 വരി എഴുതി ചേർക്കുക. ഇവിടെ ചിത്രം നമ്മൾ എഴുതിയിരിക്കുന്നത് പച്ച നിറം, നീണ്ട രൂപം. എന്നെ കടിച്ചാൽ നിങ്ങൾക്ക് എരിയും, കറിക്ക് എരിവിന് ഞാൻ വേണം. ആരാ? പച്ചമുളക്. നെക്സ്റ്റ് പേജ്. വള്ളിയിലാര് ചെടിയിലാര്? അതായത് ഇവിടെ നമ്മളെ പച്ചക്കറികളാകട്ടെ വള്ളിയിലുണ്ടാവും, ചിലത് ചെടിയിലായിരിക്കും അല്ലേ. പച്ചമുളകാണെങ്കിലോ ചെടിയിലാണ്, വള്ളിയിലല്ല. പയർ എങ്ങനെയാണ്? വള്ളിയിലുണ്ടാവുന്നതാണ്. അപ്പൊ അങ്ങനെ കുറച്ച് പച്ചക്കറികളുടെ പേരാണ് നമ്മളിവിടെ എഴുതി ചേർക്കേണ്ടത്. വള്ളിയിലുള്ള പച്ചക്കറികൾ ഏതൊക്കെയാ? പയർ, മത്തൻ, കുമ്പളങ്ങ. വള്ളിയായിട്ട് വരുന്നത് അല്ലെ, വള്ളിയിലായിരിക്കും ഉണ്ടാവുക. കുമ്പളങ്ങ, പടവലം, ബീൻസ്. ചെടിയില് തക്കാളി, മുളക്, വെണ്ട, ഉള്ളി, ഉരുളക്കിഴങ്ങ്. ഇതെല്ലാം എന്താ? ചെടിയിലുണ്ടാവുന്ന പച്ചക്കറികളാണ്. അടുത്തത് ഇത് ഇനിയുമുണ്ട്, ഒരുപാട് പച്ചക്കറികളുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന മറ്റു പച്ചക്കറികളുടെ പേരുകൾ എഴുതി ചേർക്കുക. പച്ചക്കറികൾ ആരോഗ്യത്തിന് നല്ലത്. ആരോഗ്യം കുറഞ്ഞാൽ അസുഖം വരും. ശരിയല്ലേ? അതെ, പച്ചക്കറികൾ എന്താണ്? നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. അപ്പൊ എന്ത് ചെയ്യുക? നല്ല പച്ചക്കറികളൊക്കെ കഴിക്കണം. എന്താണ്? നമ്മുടെ ആരോഗ്യത്തിന് പച്ചക്കറികൾ എത്രത്തോളം നമ്മൾ ഫ്രൂട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഴവർഗ്ഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയണോ, അതോടൊപ്പം തന്നെ പച്ചക്കറികൾ നമ്മൾ കഴിക്കണം. ഇലവർഗ്ഗങ്ങളും ഇലപ്പച്ചക്കറികൾ, നമ്മുടെ ചീര പോലെ ഇലപ്പച്ചക്കറികളും കഴിക്കണം. കാരണം ആരോഗ്യത്തിന് പച്ചക്കറികൾ വേണം. ആരോഗ്യമില്ലെങ്കിൽ എന്ത് വരും? അസുഖം വരും അല്ലേ, അസുഖം വരും. അടുത്ത ചെറിയൊരു പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നമുക്ക് അത് വായിച്ചു നോക്കാം. ചൊടിയോടു നട്ടു നനപ്പു കുട്ടികൾ, തൊടിയിൽ കൊച്ചു കറിത്തോട്ടം ഉണ്ടേ, മത്തൻ, വഴുതിന, വെണ്ടയും ഊണിന് കൂട്ടാം പല കൂട്ടം. അപ്പൊ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു ചെറിയൊരു കറിത്തോട്ടത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ, പച്ചക്കറിത്തോട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ. അപ്പൊ അതേപോലെ ഇവിടെ കുട്ടികൾ ഉണ്ടാക്കിയ ഒരു പച്ചക്കറിത്തോട്ടത്തെ കുറിച്ചിട്ട് ചെറിയൊരു 4 വരി കവിതയാണിത്. നെക്സ്റ്റ്, പച്ചക്കറി കൊണ്ട് ചിത്രം ഉണ്ടാക്കാം. വെജിറ്റബിൾ പ്രിന്റിംഗ്. അപ്പൊ പച്ചക്കറികൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചിത്രം വരയ്ക്കുക? അത് ഞാൻ പറയുന്ന പേരാണ്
വെജിറ്റബിൾ പ്രിന്റിങ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞു തരും കേട്ടോ. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. കാരണം പച്ചക്കറികൾ മുറിക്കണം, അതായത് നമ്മൾ കത്തി ഉപയോഗിച്ച് മുറിക്കണ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തനിച്ച് ചെയ്യരുത്, കൈമുറിയും. അതുകൊണ്ട് എന്ത് ചെയ്യാം, വീട്ടിൽ പോയി അമ്മയോടോ അച്ഛനോടോ ചേച്ചിയോടോ ഒക്കെ ചോദിച്ച് എങ്ങനെയാണ് വെജിറ്റബിൾ പ്രിന്റിങ് ചെയ്യുക, വെജിറ്റബിൾസ് ഉപയോഗിച്ച് വെജിറ്റബിൾ വെച്ച് പച്ചക്കറി ഉപയോഗിച്ച് എങ്ങനെയാണ് ചിത്രം വരയ്ക്കുക എന്നൊക്കെ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലുള്ളൊരു ചിത്രം എന്ത് ചെയ്യും, കാണുന്ന ബോക്സിനകത്ത് വരച്ച് ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതേ ചിത്രം എന്നല്ല പറയേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, പെയിന്റ് ഒക്കെ ഉപയോഗിച്ച് ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം വരച്ച് ചേർക്കുക. ഓക്കെ. അടുത്തത് മുഖഭാവം വരച്ചു ചേർക്കുക. മുഖഭാവം അവിടെ 3 ചിത്രം കൊടുത്തിട്ടുണ്ട്. താഴെ കണ്ടോ, നല്ല സ്മൈലി ആയിട്ടില്ലേ, സ്മൈലിയുടെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, സ്മൈൽ ഒന്നും ചെയ്യാത്ത ചിത്രമുണ്ട്. അത് സങ്കടവും ഇല്ല സന്തോഷവും ഇല്ല. അതാണ് ഇവിടെയോ സങ്കടമുള്ള ചിത്രമാണ്, അതായത് സങ്കടമാണ്, ഇവിടെ സാഡ് ആയിട്ടുള്ളൊരു ചിത്രമുണ്ട്. ഇനി നമ്മൾ ഓരോന്നോരോന്ന് വായിക്കും. നിങ്ങൾക്ക് എന്താണോ അവിടെ വരുന്ന ചിത്രം, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതാണ് ഇവിടെ വരയ്ക്കേണ്ടത് കേട്ടോ. ഒന്നാമത്തെ, എനിക്ക് കഥകൾ കൂട്ടുകാർക്ക് മുമ്പാകെ പറയാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് മുമ്പ് കഥ പറയാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഒരു സ്മൈലിയുടെ ചിത്രം വരയ്ക്കുക. ഇല്ല, പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സാഡ് ആയിട്ടുള്ള ചിത്രം വരയ്ക്കുക. കൊച്ചു കഥകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഒരുപാട് ഇപ്പൊ 11 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയ ചെറിയ കഥകളൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് മുമ്പിൽ പറയാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറയും, ശ്രമിച്ചു നോക്കുക. അടുത്തത്, കൊച്ചു കഥകൾ എഴുതാൻ കഴിയും. ചെറിയ ചെറിയ കഥകളൊക്കെ ഒരു 5 വരി നിങ്ങൾ ഉണ്ടാക്കി സ്വന്തമായിട്ട് കഥയൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ചിത്രം വരയ്ക്കുക. അടുത്ത 3-മത്തെ, പച്ചക്കറികൾ ഉപയോഗിച്ച് ചിത്രം ഉണ്ടാക്കാൻ അറിയാം. 4-മത്തെ, കഥാഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ കഴിയും. 5, കഥയിലെ രംഗങ്ങളുടെ ചിത്രം വരയ്ക്കാൻ കഴിയും. 6, ക്ലാസ്സിനകവും പുറവും ശുചിത്വമുള്ളതാക്കുന്നതിന് പങ്കുണ്ട്. പച്ചക്കറികളുടെ കടങ്കഥ ഉണ്ടാക്കാൻ അറിയാം. 8, പാട്ടുകൾ താളത്തിൽ ചൊല്ലാൻ കഴിയും. 9, പലതരം വ്യായാമ പ്രവർത്തനങ്ങൾ അറിയാം. 10, കഥാരംഗങ്ങൾ അഭിനയിക്കാൻ കഴിയും. 11, സംയുക്ത ഡയറിയിൽ ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ എഴുതാൻ അറിയാം. അപ്പൊ ഇതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മുഖഭാവം വരച്ചു ചേർക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് വേണം മുഖഭാവം വരച്ചു ചേർക്കാൻ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 11-ാമത്തെ ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും പ്രവർത്തനങ്ങൾ ഇഷ്ടമായില്ലേ? പ്രവർത്തനങ്ങൾ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.